അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ടാരിഫ് നടപടിയിൽ മോദിയുടെ നിലപാടിനെ തള്ളി RSS. അമേരിക്കയുടെ വ്യാപാര യുദ്ധവും ടാരിഫും പരമാധികാരത്തെ ദുർബലപ്പെടുത്തുന്നുവെന്ന് RSS മുഖപത്രമായ ഓർഗനൈസർ. ടാരിഫ് നടപടി ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങിയ മോദിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുമ്പോഴാണ് RSSന്റെ കൂടി പരാമർശം. ഇന്ത്യയ്ക്കുമേൽ 50% അമിത തീരുവ ചുമത്തിയ അമേരിക്കയുടെയും ട്രംപിന്റെയും നടപടിയിൽ മോദി നിലപാടിനെ തള്ളിയാണ് RSS മുഖപത്രമായ ഓർഗനൈസറിലെ ലേഖനം. ജനാധിപത്യത്തിന്റെ മിശിഹ എന്ന വ്യാജേനെ അമേരിക്ക ലോകത്ത് സ്വേച്ഛാധിപത്യം പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് ഓർഗനൈസർ വിമർശിച്ചു. വ്യാപാര യുദ്ധങ്ങളും താരിഫുകളും പരമാധികാരത്തെ ദുർബലപ്പെടുത്തുന്ന ഉപകരണമാണ്. ഐക്യരാഷ്ട്രസഭ, ലോക വ്യാപാര സംഘടന തുടങ്ങിയ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളെ അപ്രസക്തമാക്കുന്ന നിലപാടാണ് അമേരിക്കയുടേതെന്നും ലേഖനത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി ഇന്ത്യ കണ്ട സാംസ്കാരിക പുനരുജ്ജീവനത്തെ അടിച്ചമർത്താൻ ചില സ്വാർത്ഥ താൽപര്യമുള്ള ആഭ്യന്തര ഏജന്റുമാർ സംയുക്ത ശ്രമം നടത്തുന്നുണ്ടെന്ന് ഓർഗനൈസർ ചൂണ്ടിക്കാണിക്കുന്നു. ഹ്രസ്വകാല രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ഇന്ത്യയിലെ ചിലർ നവ കൊളോണിയലിസ്റ്റുകളുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നുവെന്നും മോദിക്കെതിരെ പരോക്ഷ വിമർശനം നടത്തി. അതേസമയം താരിഫ് നടപടിയിൽ അമേരിക്കയ്ക്കെതിരെ പ്രതികാര തീരുവ ചുമത്താൻ കേന്ദ്ര സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. പാർലമെന്റിലും അമിത തീരുവ സംബന്ധിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ അമേരിക്കയുടെയും ട്രംപിന്റെയും പേര് പറയാതെയായിരുന്നു പരോക്ഷ വിമർശനം. അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങി രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന തീരുവ പ്രശ്നത്തിൽ നരേന്ദ്രമോദി മൗനം തുടരുന്നതിനിടെയാണ് RSSന്റെ വിമർശനം. കൈരളി ന്യൂസ്, ദില്ലി.